കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗിൽ കൂട്ടരാജി. 30ഓളം ലീഗ് പ്രവർത്തകരാണ് രാജി സന്നദ്ധത അറിയിച്ചത്. നല്ലളം ജയന്തി റോഡ് ഡിവിഷനിലാണ് ഈ തർക്കം നടക്കുന്നത്. നേതൃത്വം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. സംസ്ഥാന പാർലമെന്റ് ബോർഡ് അംഗങ്ങളെയും രേഖാമൂലം അറിയിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി നൽകാതെ ഇന്നലെ രാത്രി 10 മണിക്ക് ഒരു പ്രസ് റിലീസിങ്ങിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ അറിയുന്നത്. അതുകൊണ്ട് ഭാരവാഹിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും MSFന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും എല്ലാ ഭാരവാഹികളും വനിതാ ലീഗും യൂത്ത് ലീഗിൻ്റെ മേഖലാ ഭാരവാഹികളുണ്ട്. വനിതാ ലീഗിൻ്റെ മേഖലാ ഭാരവാഹികൾ ഈ വാർഡിൽ നിന്ന് MSFന്റെ ഉണ്ട്. ഇവരെല്ലാം മൊത്തത്തിൽ രാജിവെച്ച് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, ഈ കൂട്ടരാജി ഒഴിവാക്കാൻ നേതൃത്വം ഇടപെട്ടോ? SK ഇതുവരെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇന്ന് കാലത്ത് UDF-ൽ കോൺഗ്രസിന്റെ രാജിയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു. അതും ഇതുപോലെ സീറ്റ് തർക്കത്തെ തുടർന്നായിരുന്നു. ബാബുരാജ് ആയിരുന്നു രാജിവെച്ചത്. എന്നാൽ വൈകിട്ടാവുമ്പോഴേക്കും ലീഗിലാണ് കൂട്ടരാജി. 35 പേർ രാജിവെച്ചു എന്നുള്ളതാണ് അവിടുത്തെ വാർഡ് ഡിവിഷൻ അവിടുത്തെ നേതാക്കൾ അറിയിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ അവിടെ പ്രാദേശികമായി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ പേര് പോക്കർ എന്നായിരുന്നു, യു പോക്കർ. അദ്ദേഹമാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അംഗവുമാണ്. എന്നാൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മുകളിൽ നിന്നും VP ഇബ്രാഹിമിനെ ഈ 43-ാം ഡിവിഷനിലേക്ക്, ഈ നല്ലളം ഡിവിഷനിലേക്ക് കെട്ടിയിറക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ചർച്ച നടത്താൻ വേണ്ടി അവിടെ മായിനാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോകുന്നു. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ പ്രതിഷേധവുമായി അവിടുത്തെ പ്രവർത്തകർ എത്തിയെന്നുള്ളതാണ്. ഒരു ഡിവിഷനിൽ തന്നെ 35 പേർ രാജിവെക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, യൂത്ത് ലീഗിൻ്റെ, മഹിളാ ലീഗിൻ്റെ, അതുപോലെ എല്ലാ പോഷക സംഘടനകളുടെയും MSFന്റെ ഉൾപ്പെടെ ഭാരവാഹികൾ രാജിവെച്ച് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുകയിലേക്കാണ് കടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കോർപ്പറേഷനിൽ ലീഗിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ലീഗിൽ ഇത് പതിവില്ലാത്തതാണ് കോഴിക്കോട്. കാരണം സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയാണ്. ചെറിയ മുറുമുറുപ്പുണ്ടെങ്കിലും ഒരു പരസ്യമായ കൂട്ടരാജിയിലേക്ക് വരാറില്ല കോൺഗ്രസ് പോലെ. പക്ഷേ എന്നാൽ ലീഗിൽ അത് സംഭവിച്ചു. കാലത്ത് DCC ജനറൽ സെക്രട്ടറി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു. വൈകിട്ട് ലീഗിൽ കൂട്ടരാജി ഉണ്ടാകുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ UDF-ലാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.